Hi everyone, welcome to StudyMate. TJS ജോർജിൻ്റെ സഞ്ചാര സാഹിത്യമായ തീർത്ഥയാത്ര എന്ന അധ്യായത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ പാർട്ട് 1 ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടതിന് ശേഷം പാർട്ട് 2 ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഹിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര ജന്മസാഫല്യമായിരുന്നു. കണ്ണുകളിൽ ആവേശത്തിൻ്റെ തീ ആളിക്കത്തി. ചുണ്ടനങ്ങാതുള്ള ചൂളമടി തടസ്സമില്ലാതെ നടന്നു. തീരെ നിവൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ കാണുമ്പോൾ സീറ്റിൻ്റെ അറ്റത്ത് ആസനം കൊണ്ട് 2-3 പ്രാവശ്യം ഉരസും. പിന്നെ ഒന്ന് മുറുമുറുക്കും. പിന്നെ ഒരു വിടിയിലങ്ങ് വിടും. എന്തോ അത്ഭുത ശക്തി കൊണ്ട് ജീപ്പ് കടന്നു പോകും. മുറുമുറുക്കുമ്പോൾ ഉള്ള കൈകൾ കൊണ്ടെല്ലാം പിടിക്കാവുന്നിടത്തെല്ലാം പിടിച്ചു നാം തയ്യാറായിക്കൊള്ളണം. അപ്പോൾ ഹിങ് ജീപ്പ് ഡ്രൈവറാണ്. അപ്പോൾ റോഡൊക്കെ കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. വളരെ പ്രയാസത്തിലൂടെയും ഹിങ് അതിസാഹസികതയോടെയാണ് ഈ റോഡൊക്കെ കടകുന്നത്. അപ്പോൾ ഹിങ്ങിൻ്റെ ഓരോ സാഹസികത നമുക്ക് ഈ ഒരു വഴിയിലൂടെയൊക്കെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. വഴികൾ എപ്പോഴും ശുദ്ധമായിരിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു ഹിങ്ങിന്. തൻ്റെ സീറ്റിൻ്റെ അടിയിൽ ഒരു കഷണം സോപ്പും വെള്ളം കോരാനുള്ള തകരവും എപ്പോഴും കരുതിയിരിക്കും. വണ്ടി നിർത്തുമ്പോഴെല്ലാം തകരവും സോപ്പും എടുത്തുകൊണ്ട് തുള്ളിച്ചാടി പോകുന്നതും കാണാം. അടുത്തുള്ള വെള്ളച്ചാലിൽ കൈ കഴുകി വെടിപ്പാക്കിയിട്ട് തുള്ളിച്ചാടി തിരിച്ചെത്തും. ഹിങ്ങിൻ്റെ പരാക്രമങ്ങൾ യാത്രയിൽ ഒരു വിവിധത്വം സൃഷ്ടിച്ചു. ഓടിയും പാടിയും ഒരു സാമൂഹിക രംഗം തന്നെ സദാ ചൂളമടിച്ചും നടന്ന ആ കൊച്ചു മനുഷ്യൻ മിക്കി മൗസിൻ്റെ പ്രതീതി ഉണ്ടാക്കി. നമ്മുടെ ഹിങ് എപ്പോഴും ഇങ്ങനെ ശുദ്ധമായിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ സോപ്പും അതുപോലെ തന്നെ കഴുകാനുള്ള വെള്ളമൊക്കെ ജീപ്പിൽ തന്നെ എപ്പോഴും ഇങ്ങനെ കരുതിയിരുന്നു. ബോംബുകൾ വരുത്തിയ കെടുതികൾ ഞങ്ങൾ ശരിക്ക് കണ്ടു മനസ്സിലാക്കണമെന്ന് ഹിങ്ങിന് താല്പര്യമുണ്ടായിരുന്നു. വലിയ കുഴികളും ഒടിഞ്ഞ പാലങ്ങളും കാണുമ്പോൾ മനസ്സിലായോ എന്ന മട്ടിൽ ഒന്ന് വെട്ടിച്ച് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കും. അതായത് ഇവർ റിപ്പോർട്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ കുഴികളും ഒടിഞ്ഞ പാലങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഹിങ് മനസ്സിലായോ എന്ന മട്ടിൽ അവരെ ഒന്ന് വെട്ടിച്ചു നോക്കും. ആർക്കും മനസ്സിലാകുന്ന നാശനഷ്ടങ്ങളാണ് വഴിയിൽ കണ്ടത്. തൻഹോ ആ സംസ്ഥാനത്തിൽ വിയറ്റ്നാം വീതി കുറഞ്ഞ ഒരു ഇടനാഴിയായി മാറുന്നു. റോഡും തീവണ്ടിപ്പാതയും ബോട്ടുകൾ പോകുന്ന കനാലും പരസ്പരം അടുത്തു ചേരുന്നു. അങ്ങനെ ഗതാഗതത്തിന് സർവ്വപ്രധാനമായ കയുത്താണ് മധ്യ വിയറ്റ്നാം. കയുത്തു ഞെരിക്കാനുള്ള സൗകര്യം കാരണം അമേരിക്കൻ വിമാനങ്ങൾ ഈ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധിച്ചു. തിൻജിയ, ക്വിൻലു എന്നീ ഡിസ്ട്രിക്റ്റുകൾ ബോംബുകളുടെ കലവറ എന്നാണ് അറിയപ്പെടുന്നത്. അതുവഴി കടന്നുപോകുന്ന വിമാനങ്ങളെല്ലാം അവിടെ കുറേ ബോംബുകൾ എറിഞ്ഞിട്ടു പോകും. ഇതിലും കൂടുതൽ നാശങ്ങൾ ഒരിടത്തും കാണുകയില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ തൻഹോസ സംസ്ഥാനം വിട്ടത്. എന്നാൽ അടുത്തുള്ള ഗേൻ എന്ന സംസ്ഥാനത്ത് ചെന്നപ്പോൾ ആ അഭിപ്രായം അങ്ങ് മാറി. അവിടെ അതിലും ഭയാനകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഹോജിമിൻ ജനിച്ച പ്രദേശമാണ് ഗയാൻ. മാത്രവുമല്ല കൃഷിക്കാര്യങ്ങളിൽ തായ്ബിൻ പോലെ പ്രാധാന്യമുള്ളതുമാണ്. തലസ്ഥാനമായ വിൻ വ്യവസായ കേന്ദ്രവും തുറമുഖവും കൂടിയാണ്. ഇതേ കാരണങ്ങളാൽ ഗയാൻ അടിച്ചു വീഴ്ത്തപ്പെട്ടു. ഇന്നും മരങ്ങൾ പോലും വിരളമാണ്. വിൻ കരിഞ്ഞടങ്ങിയ ഒരു സ്മരണ മാത്രമായി. വിൻ പട്ടണത്തിൻ്റെ അതിർത്തിയിൽ ബെൻതുയി എന്ന സ്ഥലത്ത് ഒരു കടത്തുണ്ട്. അവിടെയാണ് ഹിങ്ങിൻ്റെ അവിരതമായ മുന്നേറ്റം അല്പമൊന്ന് നിലച്ചത്. തലേ രാത്രിയിൽ ആ ഭാഗങ്ങളിൽ ഒരു കൊടുങ്കാറ്റടിച്ചു. അക്കരെ 5-8 മൈൽ കഴിഞ്ഞുള്ള ഒരു ചങ്ങാടപ്പാലം കാറ്റിൽപ്പെട്ട് പൊട്ടിപ്പോയിരുന്നു. അത് നന്നാക്കുന്നതിന് മുമ്പ് കടത്തു കഴിഞ്ഞിട്ട് പ്രയോജനമില്ല. അത് കടന്നിട്ട് വേണം അവർക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു ചങ്ങാടപ്പാലം കാറ്റിൽപ്പെട്ട് പൊട്ടിപ്പോയതിനാൽ അവർക്ക് അതുവഴി പോകാൻ പറ്റില്ല. അപ്പോൾ അന്ന് രാത്രി അവർ അവിടെയുള്ള അതിഥി മന്ദിരത്തിൽ മടങ്ങുകയാണ്. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന നിലയിലായിരുന്നു അതിഥി മന്ദിരം. അതായത് അമേരിക്കൻ വിമാനങ്ങൾ കുറേയൊക്കെ നാശം ചെയ്തിരുന്നു. കൊടുങ്കാറ്റാണെങ്കിൽ ഈ വൈദ്യുതിയും മുടക്കി. വെളിച്ചവും വെള്ളവും ഇല്ലാത്ത രാത്രിയാണ് അവർ അന്ന് അവിടെ നേരിട്ടത്. ഒരു കിണറുണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞു കിട്ടി. പൊട്ടിപ്പോയ ചങ്ങാടപ്പാലം ശരിയാക്കിയെന്ന വാർത്ത കിട്ടുന്നതുവരെ അവർ നിസ്സഹായാവസ്ഥയിലായിരുന്നു. മാനേജർ ഫോണിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. എല്ലാം നശിച്ച സ്ഥലങ്ങളിലും ഫോൺ നടക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അസാധാരണമായ കാര്യക്ഷമതയോടെ ഫോൺ കമ്പികൾ നാട്ടുകാർ സൂക്ഷിച്ചു പോന്നുവെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ ഇത്രയും വലിയ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക്
ഫോൺ കമ്പികളൊക്കെ നാട്ടുകാർ സൂക്ഷിച്ചു പോകുന്നുണ്ടെന്ന് പിന്നെ മനസ്സിലാവുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം ഉച്ചയോടെ പാലം ശരിയായെന്ന് അറിവ് കിട്ടി. റോഡിൽ വീണ്ടും പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച സംഭ്രമജനകമായിരുന്നു. 2 മൈൽ നീളത്തിൽ പട്ടാള ലോറികൾ ഒന്നോടൊന്ന് ചേർന്നു കിടക്കുകയാണ്. ഒരു ദിവസത്തെ മുടക്ക് കാരണം വാഹനങ്ങൾ തിങ്ങിക്കൂടിപ്പോയി. കടത്തു ചങ്ങാടയിൽ കയറി കിട്ടുവാൻ തിക്കും ബഹളവുമാണ്. മുറകൾ തെറ്റിച്ച് മുൻപിൽ കയറുന്നവൻ മിടുക്കൻ എന്ന നിയമമായിരുന്നു. ആദ്യത്തെ ചങ്ങാടം ഞങ്ങൾക്ക് കിട്ടിയില്ല. അടുത്തത് വരുന്നതിന് മുമ്പ് ഹിങ്ങി ജീപ്പ് വെട്ടിച്ച് മുൻപിൽ കയറ്റി പകുതി വെള്ളത്തിലാക്കി വെച്ചു. ചങ്ങാടം അടുത്തപ്പോൾ ഒന്നാമത് കയറിയത് ഞങ്ങളായിരുന്നു. നദിയുടെ മറുവശത്ത് ഒരു പാടം നിറയെ ലോറികൾ താവളമടിച്ച് കിടക്കുകയാണ്. വടക്കോട്ടേക്കുള്ള ചങ്ങാടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടം നിറയെ ലോറികൾ താവളമടിച്ച് കിടക്കുകയാണ്. ദക്ഷിണ വിയറ്റ്നാമിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് തിരികെ പോകുന്ന വണ്ടികളാണവ. അവയൊക്കെ മറികടന്ന് ഇവരുടെ ജീപ്പ് തെക്കോട്ടേക്ക് പോവുകയാണ്. പെട്ടെന്ന് വീണ്ടും മാർഗ തടസ്സമുണ്ടായി. കടത്തിൻ്റെ 2 വശത്തും കണ്ട വാഹനക്കൂട്ടം പോലെ തന്നെ ഈ പാലത്തിൻ്റെ അടുത്തും നിറച്ചും വാഹനത്തിൻ്റെ കൂട്ടമുണ്ടായിരുന്നു. 3 മൈൽ അടുത്തപ്പോൾ ഞങ്ങൾ നിന്നുപോയി. പിന്നെ പാലം വരെ ലോറികളുടെ ക്യൂ ആണ്. പാലം വീതി കുറഞ്ഞതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് 2 വണ്ടി പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ ഒരു വശത്തേക്കും മറ്റൊരു മണിക്കൂർ മറുവശത്തേക്കും എന്ന പരിപാടിയാണ് അവിടെ ഉണ്ടായത്. അതുതന്നെ വളരെ സാവധാനത്തിൽ വേണം നീങ്ങാൻ. അങ്ങനെ അവർ വന്നു നിലച്ചത് അതിവിശാലമായ ഒരു പാടപ്പരപ്പിൻ്റെ ഒത്ത മധ്യയിലാണ്. പാടത്തിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് തന്നെ വലിയ ഒരു തടാകത്തിൻ്റെ നടുക്ക് കിടക്കുന്ന പ്രതീതിയാണ് ഉണ്ടായത്. ഒന്നുമല്ലാത്തൊരു വിജന പ്രദേശം. 3 മൈൽ നീളത്തിൽ ലോറികൾ മാത്രമുണ്ട്. അവരെല്ലാം രാത്രി അവിടെ തന്നെ തങ്ങാനുള്ള ഏർപ്പാടിലാണ്. പലരും ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, ചിലർ കുളിക്കുന്നുണ്ട്, അതുപോലെ ചിലർ ലോറിയുടെ അടിയിൽ ഊഞ്ഞാല് കെട്ടി ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിടാനാണ് ഒരു ജീപ്പ് നിറയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണ സാമഗ്രികൾ കരുതിയിരുന്നത്. അപ്പോൾ അവർ യാത്ര തുടരുന്നതിന് മുമ്പ് ഒരു ജീപ്പിൽ നിറയെ ഭക്ഷണ സാമഗ്രികൾ കരുതിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിൽ അവർ അതൊക്കെ വെച്ചിട്ട് ആഹാരം ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. മാനേജർക്കും ഫുങ്ങിനും നല്ലൊരു പാചകത്തിന് നല്ല വശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കോഴിയൊക്കെ ജീവനുള്ള കോഴിയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കോഴിയൊക്കെ മപ്പാസാക്കാൻ അവർ തയ്യാറാവാണ് ചെയ്യുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ മാനേജറുടെ യുക്തം പോലെയാണ് പ്രോഗ്രാം മാറ്റപ്പെടുന്നത്. മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ലെന്ന് മനസ്സിലായ മാനേജർ ഭക്ഷണ ജീപ്പിൽ പിറകോട്ട് തിരിച്ചുപോയി. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് മാനേജർ വന്നിട്ട് പറഞ്ഞു, 10 മൈൽ നടക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. വണ്ടി അവിടെ ഇട്ടിട്ട് ഇറങ്ങി നടന്നാൽ പാലവും കഴിഞ്ഞിട്ട് 10 മൈലിനപ്പുറം അവരെ ചെന്നെത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ഹാദിൻ പട്ടണത്തിൽ പോയി രാത്രി വിശ്രമിക്കാമെന്നൊരു അഭിപ്രായവും പിന്നെ അതുപോലെ തന്നെ നടക്കാൻ മടിയാണെങ്കിൽ റോഡരികിൽ രാത്രി കഴിയാനുള്ള ആ ഒരു ഏർപ്പാടുകളൊക്കെ തുടങ്ങണമെന്നാണ് 2 അഭിപ്രായം പറഞ്ഞത്. അതിലേത് തീരുമാനം എടുക്കണമെന്ന് അതിഥികൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പം രാഘവനും നമ്മുടെ എഴുത്തുകാരനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണ്. 10 മൈൽ ചില്ലറ കാര്യമല്ല. എങ്കിലും ജീപ്പിൽ രാത്രി ഉറങ്ങുന്നതോർത്തപ്പോൾ ഒരു ധൈര്യം തോന്നി. എന്നാൽ നടന്നു കളയാം എന്നും നിശ്ചയിച്ചു. അപ്പം നടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുന്നുണ്ട് നമ്മളെ ലേഖൻ്റെ. അപ്പോൾ മുൻപിൽ ചോറ് വെച്ച് കൊണ്ടിരിക്കുന്ന ആ ലോറിക്കാരനോട് മാനേജർ ഒരു ആണി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം കാര്യം മനസ്സിലായി ലോറിക്കാരന് ഈ വെപ്പ് ജോലി, ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു ജോലി നിർത്തിയിട്ട് ചെരുപ്പ് കുത്തിപ്പണി തുടങ്ങുകയാണ്. അങ്ങനെ ചെരുപ്പിൻ്റെ വള്ളി ആണി അടിച്ചുറപ്പിച്ചിട്ട് ചരടുകെട്ടി ഭദ്രമാക്കിയിട്ട് തിരികെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ നടപ്പ് തുടങ്ങുകയാണ്. അപ്പം അവർ നടന്നു പോകുമ്പോഴുള്ള ഒരു കാഴ്ച ഇവിടെ പറയുന്നുണ്ട്. വരി വരിയായി കിടക്കുന്ന ലോറികൾ ഒരു കാഴ്ചയായിരുന്നു. വിഭവങ്ങൾ നിറച്ച അവ ദക്ഷിണ വിയറ്റ്നാമിലേക്ക് പോവുകയാണ്. ഇല്ലാത്ത ചരക്കില്ല. അതായത് പച്ചക്കറികൾ, കോഴി, യന്ത്രസാമഗ്രികൾ, വലിയ ബോട്ടുകൾ, എണ്ണ, പന്നി, ഇതൊക്കെ ആ ഒരു ലോറിയിലുണ്ടായിരുന്നു. പന്നികൾക്ക് തീറ്റ കൊടുക്കാനുള്ള സ്ത്രീകളും ആ ലോറിയിൽ തന്നെ താമസമുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാവരും അവരുടെ ജോലികൾ നിർത്തിയിട്ട് ഇവരെ നോക്കി നിൽക്കും. അങ്ങനെ അവർ ഒരു വശത്തുകൂടെ അക്കരെ കടക്കുകയാണ്.
പാലത്തിൽ നിന്നിറങ്ങി കഷ്ടിച്ച് ഒരു ഫർലോങ് നടന്നപ്പോൾ അവരെ അന്വേഷിച്ചിട്ട് ഒരു ജീപ്പ് വരുന്നുണ്ട്. അപ്പോഴാണ് മാനേജറുടെ സാമർഥ്യം മനസ്സിലായത്. അദ്ദേഹം അരമണിക്കൂർ നേരത്തെ ഞങ്ങളെ വിട്ടുപോയത് ഹാദിൻ അതിഥി മന്ദിരത്തിലേക്ക് ഫോൺ ചെയ്ത് ജീപ്പ് വരുത്താനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു കാര്യത്തിൽ പറഞ്ഞിരുന്നു, മാനേജർ അരമണിക്കൂർ കഴിഞ്ഞ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നടക്കാമെന്ന് പറഞ്ഞില്ലേ, 10 മൈൽ നടക്കാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചില്ലേ. അപ്പോൾ അദ്ദേഹം പോയത് എവിടേക്കാണ്? അതിഥി മന്ദിരത്തിലേക്കാണ് ഫോൺ ചെയ്ത് ജീപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അക്കരെ ജീപ്പ് വരുമെന്ന് പൂർണ്ണ നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് അവരോട് അന്നേരം മാനേജർ പറയാതിരുന്നത്, ഇങ്ങനെ ജീപ്പ് വരുന്നു എന്നുള്ള കാര്യം പറയാതിരുന്നത്. 10 മൈൽ നടക്കാൻ അവരെ തയ്യാറാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. 10 മൈൽ നടക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനക്കരുത്ത് വരാനാണ്. ജീപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം നടക്കാനൊക്കെ ഓക്കെ ആയി നിന്നവർ ജീപ്പ് വന്നു എന്ന് കേട്ടാൽ എക്സ്ട്രീംലി ഹാപ്പി ആവും. അല്ലാതെ ആദ്യം തന്നെ ജീപ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാരണവശാൽ ജീപ്പ് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാനേജർ ആദ്യം തന്നെ ഈ ഒരു കാര്യം സൂചിപ്പിക്കാത്തത്. അങ്ങനെ അവർ മണിക്കൂർ കൊണ്ട് ഹാദിൻ ഗസ്റ്റ് ഹൗസിൽ എത്തുകയാണ്. വിൻ പട്ടണത്തിൽ നിന്ന് 40 മീറ്റർ ഓടാൻ അവർ എടുത്തത് 5 മണിക്കൂറാണ്. ഹാദിൻ ടൗണിൽ നിന്ന് മാറി പാടങ്ങളുടെ നടുക്കുള്ള ഒരു പനന്തോട്ടത്തിലായിരുന്നു ഗസ്റ്റ് ഹൗസ്. ആൾതാമസമില്ലാത്ത ഒരു മരക്കൂട്ടം എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. പനകളുടെ അടിയിൽ 2-3 ചെറിയ ഷെഡുകളാണ് താമസത്തിനുള്ള സ്ഥലം. ചുറ്റും തവളയുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. 10,000 തവളകൾ ഒന്നിച്ചാണ് കരയുന്നത്. ഇങ്ങനെയുള്ളൊരു വിദൂര സ്ഥലങ്ങളെ അവർ അഭയ കേന്ദ്രമായിട്ടാണ് കണക്കാക്കുന്നത്. ബോംബാക്രമണമൊക്കെ നടക്കുമ്പോൾ പട്ടണത്തിലുള്ള ആളുകളെ ഈ ഒരു കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. അപ്പം യുദ്ധത്തിൽ മരിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഹാദിനിലെത്തിയപ്പോൾ ഒന്ന് കുളിക്കണമെന്നുള്ള ആഗ്രഹമാണ് ശക്തിയായി തോന്നിയത്. അവർ പ്രയാസപ്പെട്ട വഴിയിലൂടെ വന്നതാണ്. അപ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുളിക്കണമെന്ന് തോന്നി. അങ്ങനെ കുളി കഴിഞ്ഞപ്പോൾ അകത്ത് സ്വല്പം ശക്തി വേണമെന്ന് തോന്നി. ഹനോയിൽ നിന്ന് കരുതിയിരുന്ന ഒരു കുപ്പി വിസ്കി ഇതിനകം തീർന്നിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ കൊണ്ടുവന്ന കുപ്പിയൊക്കെ തീർന്നിരുന്നു. അവിടെ ഗസ്റ്റ് ഹൗസിൽ അന്വേഷിച്ചപ്പോൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും വിശിഷ്ടാതിഥികൾക്ക് വിരുന്നിന് വിളമ്പുന്നതുമായ ഒരു ഓറഞ്ച് വൈന് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു കുപ്പി വാങ്ങിയിട്ട് കുടിക്കുകയാണ്. അത് കുറച്ച് അല്പം മധുര രസമാണ്. അധികം വീര്യമൊന്നും അവർക്ക് കുടിക്കുമ്പോൾ തോന്നിയില്ല. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വൈനിൻ്റെ ഘമയറിഞ്ഞത്. അവൻ അകത്തു കിടന്ന് തകർത്തു. ആത്മാവിൻ്റെ ഉള്ളിൽ വെടിക്കെട്ട് നടക്കുന്നത് പോലെ തോന്നി. കിടന്നപ്പോൾ അസ്വസ്ഥത കൂടി. എഴുന്നേറ്റ് നടക്കണം, വെറുതെ കാറ്റ് കൊള്ളണമെന്നുള്ള മട്ടിൽ വളപ്പിന് വെളിയിൽ കടന്നു. തല മാത്രം സ്വർഗത്തിലേക്ക് ഉയരുന്നത് പോലെ തോന്നി. ഈ ഓറഞ്ച് വൈനിൻ്റെ വീര്യം ആദ്യം അവർക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ വീര്യം മനസ്സിലാകുന്നത്. 1-2 മണിക്കൂർ തണുത്ത വായുവിൽ ചാടിയും നടന്നും കഴിഞ്ഞപ്പോൾ അകത്തെത്തി അല്പം ശമിച്ചു. ഓറഞ്ച് വൈൻ എന്ന് കേട്ടാൽ നിരുപദ്രവിയായ ഒരു സാധുവാണെന്ന് തോന്നും. പക്ഷേ അവൻ ഭയങ്കരനാണ്. വെറുതെയല്ല റഷ്യക്കാർക്ക് വിയറ്റ്നാമികളോട് ഇത്ര പ്രേമം. ഇതങ്ങോട്ട് കയറ്റി അയച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ. ഹാദിനിൽ നിന്ന് 180 കിലോമീറ്റർ പോയാൽ ഡോങ്ഹോയ് എന്ന പട്ടണമായി. അവിടെ നിന്ന് അതിർത്തിയിലെ ക്യാമ്പായ വിൻലിൻ എന്ന സ്ഥലത്തേക്ക് 75 കിലോമീറ്റർ ഉണ്ട്. യുദ്ധകാലത്ത് ഹനോയിൽ നിന്ന് വിൻലിലേക്ക് 3 ആഴ്ച വരെ എടുക്കുമായിരുന്നു. ഞങ്ങൾ 3 ദിവസമെടുത്തു. ഹാദിൻ കഴിഞ്ഞ് കുറേ ദൂരം സുന്ദരമായ റോഡായിരുന്നു. നല്ല മിനുസമുള്ള സിമൻറ്റും ഇരുവശങ്ങളിലും തണൽ പകരുന്ന വൃക്ഷങ്ങളും കണ്ടപ്പോൾ 1-ാം നമ്പർ ഹൈവേക്ക് പങ്കുണ്ടായിരുന്ന അന്തസ്സും ആഭിജാത്യവും ഊഹിക്കാമായിരുന്നു. ഈ റോഡൊക്കെ കഴിഞ്ഞിട്ട്, ഈ ഒരു നല്ല റോഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കല്ലും കൊയ്യുമായി ഹിങ്ങിൻ്റെ സാമ്രാജ്യം. വിൻലിനോടടുക്കും തോറും വഴി അസഹ്യമായി വന്നു. ഒരു സ്ഥലത്ത് വെള്ളത്തിൽ കിടന്ന കമ്പിവല ചുറ്റി ജീപ്പ് നിന്നുപോയി. ലോറിയിൽ വടം കെട്ടി വലിച്ചു കയറ്റേണ്ടി വന്നു. മറ്റൊരു സ്ഥലത്ത് വഴി ശരിക്ക് ഗാ പോലെ കിടക്കുന്നു. അതായത് ഗാ അക്ഷരം പോലെ ഇങ്ങനെ വളഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്.
ആരോ മനഃപൂർവ്വം ചെയ്തതുപോലെ. ഏകദേശം 14 മൈൽ അതേ കിടപ്പായിരുന്നു. അതായിരുന്നു ഏറ്റവും ദുസ്സഹമായ ഭാഗം. ജീപ്പ് വളരെ സാവധാനത്തിലാണോടിച്ചതെങ്കിലും മുതുക് ഒടിഞ്ഞില്ല എന്ന സ്ഥിതിയിലായിരുന്നു. മെരുക്കിയിട്ടില്ലാത്ത കുതിരയുടെ പുറത്തിരിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ഈ പോലെയുള്ള വഴി കഴിഞ്ഞപ്പോൾ പകരം വീട്ടാനെന്ന മട്ടിൽ ഹിങ് കച്ചകെട്ടി. പിന്നെയുണ്ടായ പോക്ക് സിനിമയിൽ എടുക്കേണ്ടതായിരുന്നു. സാധാരണയിലധികം വലുതായ ബോംബ് കുഴികൾ കാണുമ്പോൾ അതിനു മുകളിലൂടെ പറന്നു കടക്കാനെന്ന വണ്ണം ഒരു ചവിട്ടും. കുഴി ജീപ്പിൻ്റെ 4 പന്താട്ടമാടി എങ്ങനെയോ പുറത്തു തള്ളും. ഹിങ് ജയഭേരി മുഴക്കും. ഹിങ്ങിൻ്റെ സാഹസികതയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോങ്ഹോയിൽ നിന്ന് വില്ലിൻ വരെയുള്ള യാത്ര ശരിക്കും എല്ലു നുറുക്കുന്നതായിരുന്നു. ഈ ഭാഗം മലമ്പ്രദേശമാണ്. പലയിടത്തും റോഡുകൾ ഇല്ലായിരുന്നത് തന്നെ പറയാം. കുറ്റിക്കാടുകളിൽ കൂടെയും ചെളിയിൽ കൂടെയും നദികളിൽ കൂടെയും എങ്ങനെയോ അവർ മുന്നോട്ട് തന്നെ പോയി. അന്നു രാത്രി ഏകദേശം 9 മണിയോടെ ചെറിയൊരു മണൽപ്പാതയിലേക്ക് ജീപ്പ് കടന്നു. നേരെ പോയത് ഓലമേഞ്ഞ ഒരു ഷെഡിലേക്കാണ്. അതായിരുന്നു വെല്ലിൻ്റെ അതിഥി മന്ദിരം. 1/2 ഡസൻ ഡ്രൈവർമാർ എവിടെ നിന്നോ ഓടി വന്ന് ഹിങ്ങിനെ ആലിംഗനം ചെയ്തു സ്വീകരിച്ചു. 1/2 ഡസൻ എന്ന് പറയുമ്പം 6 ഡ്രൈവർമാർ എവിടെ നിന്നോ വന്നിട്ട് ഹിങ്ങിനെ ആലിംഗനം ചെയ്തു. ഹനോയിൽ നിന്ന് അതിർത്തി വരെ വണ്ടിയോടിച്ച് വരുന്നവർ വീരയോദ്ധാക്കളുടെ സ്വീകരണം അർഹിക്കുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. അത്രയും പ്രയാസപ്പെട്ടാണ് വണ്ടി ഓടിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വീരയോദ്ധാക്കളുടെ സ്വീകരണം അർഹിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അതിഥി മന്ദിരത്തിലെ കാഴ്ചകളാണ് പറയുന്നത്. അതിഥി മന്ദിരത്തിൽ പ്രകാശമുള്ള ബൾബുകൾ കത്തിയിരുന്നു. ചൂട് ഭക്ഷണം അവർക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. തണുത്ത വെള്ളം കുളിമുറിയിൽ കരുതിയിരുന്നു. 3 ദിവസത്തെ അവിസ്മരണീയമായ യാത്ര കഴിഞ്ഞ് അതിർത്തിയിലെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത നിർവൃതി തോന്നി. ദക്ഷിണ വിയറ്റ്നാമിനകത്തുള്ള യാത്രയിൽ ഇനി വരുന്നതേയുള്ളൂ. പക്ഷേ ഏതോ ഒരു വലിയ കാര്യം കഴിഞ്ഞു കിട്ടിയ ആശ്വാസം മനസ്സിൽ നിറഞ്ഞു. അപ്പം ഈ ഒരു അതിഥി മന്ദിരത്തിൽ വിൻലിൻ്റെ അതിഥി മന്ദിരത്തിലെത്തിയപ്പോൾ എന്തോ ഒരു വലിയ കാര്യം കഴിഞ്ഞ പോലെ അവർക്ക് തോന്നി. അവിടെ അതിഥി മന്ദിരത്തിൽ അപരിചിതരായ കുറേ ആളുകൾ ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരും പത്രപ്രവർത്തകരാണ്. ഇവർ രണ്ടാളും ഇന്ത്യയിൽ നിന്ന് വന്ന പത്രപ്രവർത്തകരാണ്. ഈ ലേഖകനും അതുപോലെ തന്നെ രാഘവനും. കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരി, ജപ്പാനിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ ലേഖകൻ, ആ പത്രത്തിൻ്റെ തന്നെ ഫോട്ടോഗ്രാഫർ, എല്ലാവരും ഒന്നായി ദക്ഷിണ വിയറ്റ്നാമിലേക്ക് പോകണമെന്നായിരുന്നു പരിപാടി. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ചിട്ട് ദക്ഷിണ വിയറ്റ്നാമിലേക്ക് പോവുകയാണ്. ജർമ്മൻകാർക്കും ജപ്പാൻകാർക്കും അവരുടെ പ്രത്യേക ജീപ്പുകളും മാനേജർമാരും പരിഭാഷകർക്കാരും ഉണ്ടായിരുന്നു. ലേഖകൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈ ജർമ്മൻ മദാമ്മ ഈ ഒരു ദുർഘടമായിട്ടുള്ള വഴികളിലൂടെയും പിന്നെ അതുപോലെ തന്നെ പ്രാചീനമായ കുളിമുറികളിലും കിണർ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് എന്തിന് എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് അവരുടെ 2ാമത്തെ സന്ദർശനമാണെന്ന്. ജപ്പാൻകാർ അമേരിക്കൻ സൈന്യത്തിൻ്റെ കൂടെ ദക്ഷിണ വിയറ്റ്നാം സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വശം കാണാനാണ് പോകുന്നത്. വിയറ്റ്നാമിൽ വന്നതിന് ശേഷം അനുഭവിച്ച ഏറ്റവും ആനന്ദകരമായ കുളി അന്ന് ഞാൻ പാസ്സാക്കി. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നതുപോലെ തോന്നി. സാധാരണ ഭക്ഷണമായിരുന്നെങ്കിലും സുഖമായി കഴിച്ചു. സംതൃപ്തിയോടെ കൊതുകുവലയ്ക്കുള്ളിൽ മലർന്നു വീണു. നാളെ യുദ്ധമേഖലയിലേക്ക് കടക്കണം. അങ്ങനെ പ്രയാസപ്പെട്ട വഴികളിലൂടെയൊക്കെ കടന്നു വന്നിട്ട് വിയറ്റ്നാമിലെത്തിയതിന് ശേഷം ഒരു കുളിയൊക്കെ കുളിച്ച് നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുകയാണ്. അങ്ങനെ ഇതൊക്കെ ഒരു ആശ്വാസം അവർക്ക് നൽകി. നാളെ അങ്ങനെ അവർ യുദ്ധമേഖലയിലേക്ക് കടക്കുകയാണ്. ഇതോട് കൂടിയിട്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിന് എഴുത്തുകാരൻ കൊടുത്ത ശീർഷകം തീർത്ഥയാത്ര എന്നാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ തീർത്ഥയാത്ര എന്ന് കൊടുത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു അധ്യായം വായിച്ചു കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ തകർന്നു തരിപ്പണമായ വഴികളിലൂടെ അതിസാഹസികമായി എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് നടത്തിയ യാത്ര എഴുത്തുകാരനിൽ ഉണ്ടാക്കിയ ഒരു പ്രതികരണമാണ് ഈ ഒരു തീർത്ഥയാത്ര എന്ന് ശീർഷകം കൊടുത്തതിന് കാരണമെന്ന് നമുക്ക് പറയാം.
വിശ്വാസികളെ സംബന്ധിച്ച് ഈശ്വരനിലേക്കുള്ളൊരു പ്രയാസപ്പെട്ട യാതനാ നിർഭരമായിട്ടുള്ളൊരു യാത്രകൾ കൂടിയാണ് തീർത്ഥയാത്ര. അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളൊരു യാത്രയാണ്. പ്രയാസത്തിലൂടെയും അതിസാഹസികമായിട്ട് നടത്തിയൊരു യാത്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു തീർത്ഥയാത്ര എന്നുള്ള പേര് കൊടുക്കാൻ കാരണവും. ഈ ഒരു അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു ഓൾ.